സ്വന്തം ഉമ്മയോട് ഉപ്പയോട് അവരുടെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ മക്കള് സംസാരിക്കാൻ പാടില്ലെന്നാണ്. എന്താ നമ്മുടെ വിദ്യാർത്ഥി ആൺകുട്ടികളും പെൺകുട്ടികളും 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഉപ്പമാരെ അങ്ങോട്ട് പേടിപ്പിക്കുക, അങ്ങോട്ട് വരട്ട. ഇതല്ലേ നടക്കണത്? വിരട്ട, പേടിപ്പിക്കുക, ഉമ്മമാരെ വായടപ്പിച്ച് നിർത്തുക. ഉപ്പമാരോട് ഉപദേശിക്കാൻ പോലും അവസരം കൊടുക്കാതെ വിധം വാപ്പമാരോട് മുഖം തിരിഞ്ഞു നടക്കാൻ നമ്മുടെ ചെറുപ്പക്കാരുടെ അവരുടെ സിരകളിൽ 14, 15, 16 വയസ്സാകുമ്പോഴേക്കും ഈ വരുന്ന ധൈര്യം എവിടുന്നാണ്? അവരോട് സ്വന്തം മക്കള് മാതാപിതാക്കളുടെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് അവരോട് ചെയ്യുന്ന അദബ് കേടാണ് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അങ്ങനെ സ്വഹാബികൾ പഠിച്ചത്. അവരുടെ ഒച്ചയേക്കാൾ നിങ്ങൾ ഒച്ച വെക്കരുത്. പ്രായം കൊണ്ട് നിങ്ങൾ ഇന്ന് ചെറുതാണ്, എന്നാൽ നിങ്ങളെപ്പോലെ യൗവനമുള്ള കാലത്താണ് ഒരു കൈക്കുഞ്ഞായി അവരെ നിങ്ങളെ വളർത്തിയെടുത്തത്. അത് ഓർമ്മ വേണം. ഇന്ന് നിങ്ങൾ യൗവനത്തിന്റെ ചുറുചുറുക്കിലാണ്. നിന്റെ ഉമ്മയുടെ മുഖത്ത് ചുളിവുകൾ വീണുപോയിട്ടുണ്ട്. പക്ഷേ ചുളിവില്ലാത്ത, വേദനയില്ലാത്ത, ആരോഗ്യമുള്ള ഒരു നേരത്താണ് അവർ നിങ്ങൾക്ക് ജന്മം നൽകിയത്. ഓർമ്മയുണ്ടോ? നിങ്ങളെ കൈകുഞ്ഞായി വളർത്തിയത്. നിങ്ങളങ്ങ് ഡിഗ്രി എത്തുമ്പോഴേക്കും എൻ്റെ ഉമ്മാക്ക് വിദ്യാഭ്യാസമില്ലെന്ന് പറയാണോ? എൻ്റെ ഉപ്പ ഒരാളുടെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ പറ്റാത്തവനാണെന്ന് ഉപ്പയെ നിങ്ങൾ നിസ്സാരമായി കാണുകയാണോ? ഉമ്മ എന്ന മാതൃത്വത്തെക്കാളും ഉപ്പ എന്ന പിതൃത്വത്തെക്കാളും ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ലോകത്താർക്കാണ് കൊണ്ടുകൊടുക്കാൻ കഴിയുന്നത്? അതുപോലെ അവർക്ക് അനിഷ്കുർലീ വലിവാലിദൈക്, അള്ളാഹുവിന്റെ ആഹ്വാനം, നിങ്ങൾ എനിക്ക് നന്ദിയുള്ളവരാകണം. നിങ്ങളുടെ മാതാപിതാക്കളോട്, അച്ഛനമ്മമാരോട്, ഉമ്മമാരോട്, ഉപ്പമാരോട് നിങ്ങൾ ആരും മോശമായി പെരുമാറരുതെന്ന് മനുഷ്യരോട് അള്ളാഹുവിന്റെ ആഹ്വാനമുണ്ട് ഖുർആനിൽ.